ഇനി മുതൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പിൻ നമ്പർ അടിച്ച് ബുദ്ധിമുട്ടണ്ട. കാരണം ഗൂഗിൾ പേ, ഫോൺ പേ മുതലായ UPI ആപ്പുകളിലെല്ലാം തന്നെ ഇനി മുതൽ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. UPIയുടെ പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ നിങ്ങളുടെ ഫോണിലെ പേയ്മെൻറ്റ് ആപ്പുകളിൽ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പേ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലെ UPI പേയ്മെൻറ്റിനാണ് ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് മാനേജ് ബയോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലെ UPI പേയ്മെൻറ്റ്സിന് ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ഐഫോണിലൊക്കെ ആണെങ്കിൽ ഫേസ് ID ആയിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ അക്സെപ്റ്റ് ആൻഡ് സെറ്റപ്പ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലെ നിലവിലെ UPI പിൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UPI പിൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളോട് നിങ്ങളുടെ ബയോമെട്രിക്സ്, അതായത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് വിരലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ബയോമെട്രിക്സ്, അതായത് ഫിംഗർ പ്രിൻറ്റ് പേയ്മെൻറ്റ് എനേബിൾ ആയിട്ടുള്ളതായി കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയിൽ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി ഫോൺ പേ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പേ വിത്ത് ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിനുശേഷം ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് എനേബിൾ ചെയ്യേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ എഗ്രി ആൻഡ് ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ നിലവിലെ UPI പിൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങളുടെ ഫിംഗർ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് ഫീച്ചർ എനേബിൾ ആയിട്ടുള്ളതായി കാണാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ തന്നെ Paytm പോലുള്ള മറ്റുള്ള UPI പേയ്മെൻറ്റ് ആപ്പുകളിലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് പേയ്മെൻറ്റ് ഫീച്ചർ എനേബിൾ ചെയ്യാവുന്നതാണ്. നിലവിലെ 5000 രൂപ വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് UPIയിലൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നത് അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കൂ.